നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ നാളെ. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നന്ദി പറയാൻ പോലും കോൺഗ്രസ് MLA വന്നില്ല. വൈകാരിക കുറിപ്പുമായി സ്റ്റാലിൻ. ഇടതിനും ലീഗിനും പ്രശംസ. പെട്രോൾ പ്രയോഗം മുതൽ ശയനപ്രദക്ഷിണം വരെ 3 മണിക്കൂർ ചർച്ചയും ട്വിസ്റ്റ്. ഇനിയും മുഖ്യമന്ത്രിയായില്ല. കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നീടുന്ന ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി കസേരകളിലേക്ക് കെ മുരളീധരനും. കണ്ണൂരിൽ ഫ്ലക്സ്. ഇൻഡെക്സ്പോ കണ്ണൂരിൽ തുടങ്ങി. കണ്ടറിയാം സംരംഭക വഴികൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി 6 തീരുമാനം ഇന്നു തന്നെ. ഡൽഹിയിൽ നിർണായക യോഗം. മുഖ്യമന്ത്രി ആരാകുമെന്ന കേരളത്തിൽ തീരുമാനം ഇന്നു തന്നെ ഉണ്ടാകും. ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ഇന്ന് നിർണായക യോഗം ചേർന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ആരംഭിച്ചു. മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ആദ്യം നേതാക്കളോട് ഒറ്റയ്ക്ക് സംസാരിക്കും. ഇതിനുശേഷം VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടക്കും. സമവായമായ ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തൂ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളുമായി ഖാർഗെയും ദീപാദാസ് മുൻഷിയും ഒറ്റയ്ക്ക് സംസാരിക്കും. ഇതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചരടുവലി നടത്തുന്ന VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ ഒരുമിച്ചിരുത്തി ചർച്ച നടത്തും. ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതിനുശേഷം മാത്രമായിരിക്കും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. അന്തിമ തീരുമാനം ഹൈക്കമാൻഡുമായിരിക്കും പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 ദിവസമായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ UDF-ൽ തീരുമാനമായിട്ടില്ല എന്നത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. AICC നിരീക്ഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട മുകുൾ പസ്നിക്കും അജയ് മാക്കാനും കേരളത്തിലെത്തി ചർച്ച മടങ്ങിയിട്ട് 1 ദിവസം പിന്നിട്ടു. ഇപ്പോഴും ഒറ്റപ്പേരിലേക്ക് എത്താൻ കോൺഗ്രസ് ആയിട്ടില്ല. VD സതീശൻ പ്രതിഷേധവുമായി പ്രവർത്തക രംഗത്തെത്തിയതോടെ KPCCക്ക് ഇടപെടേണ്ടി വന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കൃത്യമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ജനത കുറച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന് അറിയാനാണ്. പക്ഷേ കോൺഗ്രസിന് ഇതുവരെയും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ആയില്ല. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിലെ അടിയും ഇടിയും വഴക്കുമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിൽ അടി തുടങ്ങിയിരുന്നു. അതും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി. ആദ്യം ഓൺലൈനിലൂടെയായിരുന്നു അടി. വാട്സപ്പ് ഗ്രൂപ്പുകൾ അടി തുടങ്ങി. പിന്നീട് ഇത് വ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴേക്കും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരസ്യമായി അടി പൊതുസ്ഥലത്തേക്കും തെരുവുകളിലേക്കും വ്യാപിച്ചു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരാണ് അടിയുടെ കേന്ദ്രങ്ങൾ. ഓരോരുത്തരെയും അനുകൂലിക്കുന്ന പ്രവർത്തകർ നിരത്തിലിറങ്ങി പരസ്പരം പ്രതിഷേധിക്കാനും തർക്കിക്കാനും തുടങ്ങി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ആത്മഹത്യ എന്നുൾപ്പെടെ പ്രവർത്തകർ പറഞ്ഞു. KC വേണുഗോപാലിനെ അവർ തെരുവ് പറഞ്ഞു. ഫ്ലക്സിൽ കരിയോലൊഴിച്ചു. നേരെ തിരിച്ചും KCയുടെ അനുകൂലികൾ VDക്കെതിരെയും KCക്കെതിരെയും രംഗത്ത് വന്നു. എല്ലാം കൊണ്ടും കോൺഗ്രസിൽ ആകെ പ്രശ്നങ്ങളായി. ഇതോടെ ഹൈക്കമാൻഡ് പെട്ടു. MLA KCക്ക് അനുകൂലമായതാണ് ഇതിനെല്ലാം കാരണം. ഹൈക്കമാൻഡിനും KC വേണുഗോപാലിനാണ് താല്പര്യം. എന്നാൽ VD സതീശൻ 1 ഇഞ്ച് പിന്നോട്ട് പോകാതെ നിലപാട് കടുപ്പിച്ചു. മുഖ്യമന്ത്രിയിൽ കുറഞ്ഞത് വേറെയൊന്നും നടക്കില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. ഒടുക്കം പൊറുതിമുട്ടി ഹൈക്കമാൻഡ് 3 പേരെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. 3 മണിക്കൂറിൽ കൂടുതൽ ചർച്ച നടത്തി. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അക്ഷമരായി കാത്തിരുന്നു. ഇപ്പോ പൊട്ടിക്കും എന്ന് പറയുന്നത് പോലെ. പക്ഷെ ട്വിസ്റ്റ് അവിടെയായിരുന്നില്ല. ദീപാദാസ് മുൻഷി വന്ന് പറഞ്ഞു ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വീണ്ടും പ്രവർത്തകർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. കേരളത്തിൽ ഉയർന്ന ഫ്ലക്സുകൾ എല്ലാം ഇന്ന് രാത്രി തന്നെ നീക്കണമെന്ന നിർദ്ദേശവും നൽകി. അനിശ്ചിതത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്ടി അഴകം അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരിക്കുന്നതിന് VCKയും മുസ്ലിം ലീഗും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ സന്ദർശിച്ചു. 120 പേരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് നൽകിയ വിജയ് സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞ ചടങ്ങ് ഞായറാഴ്ച പകൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞയുമാണ് വിവരം. TNCC മേധാവി K. സെൽവ പെരുന്നങ്കെ, CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം എന്നിവരും വിജയ്ക്കൊപ്പമുണ്ടായിരുന്നു. VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ ഉറപ്പാക്കിയതോടെ 234 നിയമസഭയിൽ
TVKയുടെ സീറ്റുകളുടെ എണ്ണം 120ആയി. വിജയ് ഗവർണറെ കണ്ടതിന് പിന്നാലെ TVK പ്രവർത്തകർ തമിഴ്നാട്ടിൽ ആഘോഷം ആരംഭിച്ചു. 118 MLA-മാരുടെ പിന്തുണ നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാനാകൂ എന്ന് ഗവർണർ അറിയിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തത്. മെയ് 7-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനായിരുന്നു നീക്കം. എന്നാൽ ഗവർണറുടെ ഇടപെടൽ സർക്കാർ രൂപീകരണം അനിശ്ചിതത്തിലേക്കാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്ന TVKക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകളില്ലാതെ വന്നതോടെയാണ് മറ്റു പാർട്ടികളോട് പിന്തുണ തേടിയത്. രണ്ടിടത്ത് മത്സരിച്ച വിജയ് ഒരു മണ്ഡലത്തിൽ നിന്നും രാജിവെക്കുന്നതോടെ കേവല ഭൂരിപക്ഷമായ 112 സീറ്റിലെത്താൻ 11 സീറ്റുകളായിരുന്നു ആവശ്യം. കോൺഗ്രസ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ CPM, CPI എന്നിവരുടെ പിന്തുണയെ പ്രഖ്യാപിച്ചെങ്കിലും 116 പേരുടെ കത്ത് മാത്രമാണ് ലഭിച്ചതെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ ആവശ്യം തള്ളുകയായിരുന്നു. പിന്നാലെയാണ് മുസ്ലിം ലീഗ്, VCK എന്നിവർ പിന്തുണ നൽകിയത്. പിന്തുണ പുറത്തുനിന്ന് മാത്രമാണെന്നും മന്ത്രിസഭയിൽ ചേരില്ലെന്നും ഇടതു പാർട്ടികൾ വ്യക്തമാക്കിയിരുന്നു. സമാന രീതിയിലാണ് VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കം സജീവമായത്. തെരഞ്ഞെടുപ്പിൽ TVK 108, DMK 59, AIDMK 47, കോൺഗ്രസ് 5, PMK 4, IUML 2, CPI 2, VCK 2, CPIM 2, BJP, DMDK, AMMK 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്ത, പശ്ചിമ ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിൽ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു എന്നിവർ പങ്കെടുത്തു. വിശ്വബംഗ്ല കൺവെൻഷൻ സെന്ററിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദുവിനെ നേതാവായി തെരഞ്ഞെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. നന്ദിഗ്രാം, ഭവാനിപൂർ എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച സുവേന്ദു മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഭവാനിപൂരിൽ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കോൺഗ്രസിൽ രാഷ്ട്രീയ ജീവിതം തുടങ്ങി തൃണമൂൽ കോൺഗ്രസിൽ എത്തുകയും മമതയുടെ വലം കൈയായി നിൽക്കുകയും പിന്നീട് BJPയിലേക്ക് ചേക്കേറിയാണ് സുവേന്ദു അധികാരി. പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ച KSU. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും അധിക്ഷേപിച്ചു KSU. ഡൽഹി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ MSFകാർ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഫാറൂഖ് കോളേജ് KSU യൂണിറ്റ് കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയിലാണ് അധിക്ഷേപ പരാമർശം. കോൺഗ്രസിലെ തീരുമാനം ഒരു കുടുംബമോ നേതാവോ ഒരു പേപ്പർ കഷ്ണം നോക്കി വായിച്ചോ അതിന് കൈയടിച്ചോ തക്ബീറും വിളിച്ചു പോകുന്ന രീതിയല്ല കോൺഗ്രസിൻ്റെതെന്നാണ് KSU പ്രസ്താവന. സണ്ണി ജോസഫിനെ അധിക്ഷേപിച്ച് പ്രകടനം നടത്തിയ പ്രവർത്തകർക്കെതിരെ MSF നടപടിയെടുക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച അർദ്ധരാത്രി കേരള ഹൗസിലെത്തി VD സതീശനെ അഭിവാദ്യം അർപ്പിക്കുന്നതിനിടെയാണ് MSF പ്രവർത്തകർ KPCC പ്രസിഡന്റിനെ അധിക്ഷേപിച്ചത്. ലീഗ് MP ഹാരിസ് ബിരാന്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് MSF പ്രവർത്തകരെ ഇറക്കിയത്. അഭിവാദ്യം അർപ്പിക്കാനായി പ്രവർത്തകരെ എത്തിച്ചതും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതും കേരള ഹൗസിന് എതിർവശത്തുള്ള ഹാരിസിന്റെ വസതിയിൽ നിന്നാണ്. MSFകാർക്കൊപ്പം MPയുടെ സ്റ്റാഫ് അംഗങ്ങളും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരും മുദ്രാവാക്യം വിളിക്കാൻ മുന്നിട്ടിറങ്ങി. സഹകരണ മേഖലയെ കൂടുതൽ ഗൗരവമായി കാണണം MK ദിനേശ് ബാബു. സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും വളരെ ഗൗരവത്തോടെ കാണേണ്ട സഹകരണ പ്രസ്ഥാനങ്ങളെ പലരും അങ്ങനെ കാണാത്തതിന്റെ ഫലമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയമെന്നും കേരള ദിനേശ് ചെയർമാനും സഹകരണ വകുപ്പ് മുൻ ജോയിന്റ് രജിസ്ട്രാറുമായ MK ദിനേശ് ബാബു ടീം കോഓപ്പറേറ്റീവിന്റെ നേതൃത്വത്തിൽ ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പിള്ളസാർ സ്പീക്കിംഗ് സഹകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല പ്രൊഫഷണലിസത്തിലേക്ക് വന്നാൽ മാത്രമേ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടാകൂ. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോയാൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാവി നശിക്കും.
സർക്കാരിന്റെ ട്രഷറിയിലുള്ള പണത്തേക്കാൾ കൂടുതൽ പണം സഹകരണ പ്രസ്ഥാനങ്ങളുടെ കയ്യിലുണ്ടെന്നും നാടിന്റെ സമസ്ത മേഖലയിലും സഹകരണ പ്രസ്ഥാനങ്ങൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സെമിനാർ സഹകരണ മേഖലയെ നേരിടുന്ന പ്രതിസന്ധികളും അവ അതിജീവിക്കാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്ത് പ്രമുഖ സഹകരണ വിദഗ്ധനും ACSTI മുൻ ഡയറക്ടറുമായ BP പിള്ളയുമായി ചോദ്യോത്തരവേള നടന്നു. സഹകരണ മേഖലയിൽ ടീം കോഓപ്പറേറ്റീവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതിയായ EV ചാർജിംഗ് സ്റ്റേഷന്റെ സാധ്യതകളെക്കുറിച്ച് ചോർ റോഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VC ദിനേശൻ, കണ്ണൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK അൻവർ, ടെക് എനർജി ഡയറക്ടർ ശ്രീകാന്ത് കണ്ണേരി എന്നിവർ സംസാരിച്ചു. ടീം കോഓപ്പറേറ്റീവ് പ്രൊജക്ട് ഡയറക്ടർ മധു ചെഞ്ചേരി അധ്യക്ഷനായി. ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സെക്രട്ടറി M സുമേഷ് സ്വാഗതവും ടീം കോഓപ്പറേറ്റീവ് കോർഡിനേറ്റർ സഞ്ജയ് നന്ദിയും പറഞ്ഞു. കോൺഗ്രസിനെതിരെ വിമർശനവുമായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സഖ്യത്തിൽ ഒപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച ശേഷം കോൺഗ്രസ് MLA-മാർ നന്ദി പറയാൻ പോലും വന്നില്ലെന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അതേസമയം കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വിശ്വാസവും സൗഹൃദബോധവും പ്രകടിച്ചുവെന്നും സ്റ്റാലിൻ കുറിപ്പിൽ പറയുന്നു. നിർണായക ഘട്ടത്തിൽ തങ്ങളോടൊപ്പം ഉറച്ചുനിന്ന ലീഗ് അടക്കമുള്ളവർക്കും സ്റ്റാലിൻ നന്ദി പറഞ്ഞു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെയാണ് സ്റ്റാലിന്റെ വൈകാരിക കുറിപ്പ്. നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും DMK മുന്നണിയിൽ നയപരമായ അടിസ്ഥാനത്തിൽ തുടരുമെന്ന് അറിയിച്ച പാർട്ടികളെ സ്വാഗതം ചെയ്യുന്നതായും സ്റ്റാലിൻ വ്യക്തമാക്കി. സഖ്യത്തിൽ ഒപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച് കോൺഗ്രസ് MLA-മാർ നന്ദി പറയാൻ പോലും വന്നില്ല. അതേ ദിവസം തന്നെ അവർ DMK-യുള്ള ബന്ധം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയി. അതേസമയം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഖാവ് ഷൺമുഖം, സഖാവ് വീരപാണ്ഡ്യൻ, VCK പാർട്ടി നേതാവ് തിരുവമാളവൻ എന്നിവർ DMK-ക്കൊപ്പം നിൽക്കുമെന്നും ഒന്നിച്ചു നിന്ന് തമിഴ്നാടിനും ജനക്ഷേമത്തിനു വേണ്ടിയും പോരാടുമെന്നും അറിയിച്ചു. DMK-യോടുള്ള വിശ്വാസവും സൗഹൃദബോധവും പ്രകടിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ അവർ ചെയ്തത്, സ്റ്റാലിൻ കുറിച്ചു. നിർണായക ഘട്ടത്തിൽ കൂടെ നിന്ന എല്ലാ സഖ്യകക്ഷികൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും പ്രശംസിച്ചാലും മതിയാകില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ തമിഴ്നാടിനെ എല്ലാ മേഖലയിലും ഞങ്ങൾ വികസിപ്പിക്കുകയും സംസ്ഥാനത്തെ സമ്പന്നമാക്കുകയും ചെയ്തു. നിരവധി പദ്ധതികളുടെ ഓരോ വ്യക്തിക്കും പ്രയോജനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ ഈ പദ്ധതികൾ തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. DMK നയിക്കുന്ന മതേതര പുരോഗമന സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഗണ്യമായ വോട്ടുകൾ നേടാൻ സാധിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷ പാർട്ടിയായി DMK തുടരുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ആരും നേടാത്ത സാഹചര്യത്തിൽ പലരും ബദൽ ആശയങ്ങൾ സഖ്യത്തിനുള്ളിൽ പങ്കുവച്ചിരുന്നു. സഖ്യകക്ഷികൾ എന്ത് തീരുമാനമെടുത്താലും അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കണമെന്നും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും സ്ഥിരമുള്ള ഒരു സർക്കാർ രൂപീകരണം ഉറപ്പുവരുത്തണമെന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിനെ വഴി വെക്കരുതെന്നും ഞാൻ വിശ്വസിച്ചു. നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ സഖ്യകക്ഷികൾ എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു, സ്റ്റാലിൻ കുറിച്ചു. മുഖ്യമന്ത്രി കസേര കളിയിലേക്ക് K മുരളീധരനും കണ്ണൂരിൽ ഫ്ലെക്സ്. മുഖ്യമന്ത്രി കസേര കളിക്കുള്ള കോൺഗ്രസിന്റെ കസേര കളിയിലേക്ക് K മുരളീധരനും കണ്ണൂർ പഴയങ്ങാടിയിൽ K മുരളീധരന് വേണ്ടി അണികൾ ബാനർ ഉയർത്തി. നിയുക്ത മുഖ്യമന്ത്രി കേരള മുരളീധരന് അഭിവാദ്യങ്ങൾ എന്നാണ് ബാനറിലുള്ളത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മുന്നിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നതിനിടെ മുഖ്യമന്ത്രി പട്ടികയിൽ തന്റെ പേര് വിട്ടുപോയത് ആകുമെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മുരളീധരന് വേണ്ടി പ്രവർത്തകർ രംഗത്തെത്തിയത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർക്കു വേണ്ടി ചേരിതിരിഞ്ഞുള്ള പോര് പലയിടത്തും സംഘർഷമാവുമ്പോഴാണ് മറ്റ് നേതാക്കളുടെ പേരിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനു വേണ്ടിയും ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ തരൂറാണെന്നാണ് ബോർഡിലുള്ളത്. ഇൻഡെക്സ്പോ തുടങ്ങി കണ്ടറിയാം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ പ്രദർശനം. കുഞ്ഞു സ്റ്റാർട്ടപ്പുകളിൽ നിന്നും വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുള്ള പ്രചോദനവും മാർഗങ്ങളും കാഴ്ചക്കാരിലേക്ക് എത്തും. കയ്യിൽ പണമില്ലെങ്കിലും വ്യവസായങ്ങൾ ധൈര്യസമേത്യ ആരംഭിക്കാനുള്ള വായ്പാ പദ്ധതികളും സർക്കാർ സബ്സിഡികളും പരിചയപ്പെടാം, യന്ത്രങ്ങൾ കാണാം. സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷനും MSMEയും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3 ദിവസം നീളുന്ന വ്യവസായ പ്രദർശനം ഇൻഡെക്സ്പോയ്ക്കാണ് ബർണശ്ശേരി നായനാർ അക്കാദമിയിൽ തുടക്കമായത്. 100-ലധികം സ്റ്റാളുകളിലായി ചെറുതും വലുതുമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട്. പ്രവേശന സൗജന്യമാണ്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായി. MSME അസിസ്റ്റന്റ് ഡയറക്ടർ മാർട്ടിൻ പി ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അജിമോൻ, കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അൻഷുമാൻ,
ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കട, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ വി സുനിൽ നാഥ്, CH റഹ്മത്ത്, ഫാറൂഖ് അഹമ്മദ്, A സുന്ദർരാജ്, സജീവൻ, KP രാജീവൻ, ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TP നാരായണൻ എന്നിവർ സംസാരിച്ചു. മാധ്യമ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ജൂനിയർ ജനറൽ സെക്രട്ടറി രാജ്മോഹൻ വിഷയം അവതരിപ്പിച്ചു. C പ്രമോദ് അധ്യക്ഷനായി. B ഉമ്മേത്തക്കുട്ടി, C സുനിൽകുമാർ, P ഗോപി, TP വിജയൻ, KT ശശി, C അബ്ദുൽ കരീം, T മുഹമ്മദ്, P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച വിദ്യാർത്ഥികളും വ്യവസായികളുമായുള്ള മുഖാമുഖം, ലൈസൻസ് നടപടിച്ചട്ടങ്ങളും പഠന ക്ലാസ്, ശ്രീലക്ഷ്മി ഡാൻസ് ആൻഡ് മ്യൂസിക് ഒരുക്കുന്ന കലാപരിപാടികൾ എന്നിവയുണ്ടാകും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.